ഈ സൈബർ ഇടങ്ങളിൽ ഏത് രീതിയിലാണെങ്കിലും ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെ പരസ്യമായിട്ട് വിമർശിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം വളരെ കൃത്യമായിട്ട് ആരാണ്. അതിപ്പോൾ നമ്മൾ നല്ലൊരു കാര്യം ചെയ്താലും ഒരു പാട്ട് പാടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടാണെങ്കിലും അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മോശമായ രീതിയിൽ ചിത്രീകരിക്കുവാനും ഒക്കെ കഴിവുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം സൈബർ ഇടത്തിനകത്ത്. പക്ഷേ ഇപ്പം ഈ അടുത്ത കുറേ ദിവസങ്ങളിലായിട്ട് എന്താ പറയുക, ഇതിനകത്ത് വളരെ മോശമായ രീതിയിൽ, അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല പലരും അതിനകത്ത് ബലിയാടാകുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നിട്ട് കൊച്ചുകുട്ടി, എന്താ പറയുക, ദേവനന്ദ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ കാര്യങ്ങളിൽ പോലും എന്താ പറയുക വളരെ മോശകരമായ രീതിയിലുള്ള കമൻസും ആ കുട്ടിയെപ്പോലും എന്താ പറയുക ഒരു നല്ല പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ്. ആ കുട്ടി അഭിനയിച്ച സിനിമകളാവട്ടെ, ആ കുട്ടി അഭിനയിക്കുന്ന വെബ് സീരീസ് ആവട്ടെ, അതിനെല്ലാം പിന്തുണ കൊടുത്തുകൊണ്ട് അത്തരം ഒരു കലാകാരിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ആ കുട്ടിയെ എങ്ങനെയാണ് വളരെ ഒരു മോശകരമായിട്ട് അത് എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെയും അത് ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഒരു വഴി. അതിപ്പോൾ സിനിമയാകണമെന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമാകണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരായിരിക്കാം. ചിലപ്പം ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, എത്രയോ കാലങ്ങളായി ഒരവസരം പോലും കിട്ടാതിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്തും ഇതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക അതിൽ സന്തോഷം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊടുത്ത് മറ്റൊരാളിനെതിരെ അറ്റാക്ക് ചെയ്യുന്നതിൽ ആസ്വദിക്കുന്ന ഒരു കൂട്ടം മാനസിക രോഗികൾ എന്ന് തന്നെ പറയും. അവരപ്പുറത്തുണ്ട്. അത് എല്ലാവരുടെ അടുത്തും ആ സമീപനം തന്നെയാണ്. കാരണം ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റാക്കൊന്നും ഇനി അങ്ങനെയൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ മാനസിക വൈകല്യങ്ങളുള്ളവർ അവിടെ ആ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ അതിനകത്ത് വേറെ വഴിയൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനം ആലത്തൂരിൽ ഉറപ്പായി എന്താ സംശയം, റിപ്പോർട്ടർ ചാനലുകാർക്ക് ഒരു സംശയത്തിനും അതിനകത്ത് എന്താ പറയുക കാര്യമില്ല. കാരണം അത് ആലത്തൂർ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്, ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി തന്നെയാണ്.